ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മൈസൂർ പാക്ക്. പഞ്ചസാരയും നെയ്യും അതേപോലെ തന്നെ കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കടലമാവ് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല നാടൻ നെയ്യാണ്. ഇനി അതിലോട്ടേക്ക് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം 16 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. അതേപോലെ തന്നെ കളറും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. അതുവരെ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ബേസൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ വീണ്ടും ഈ ഒരു പാത്രത്തിൽ കിടന്നിട്ട് കൂടുതലായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പം അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഗ്രീസ് ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയെന്ന് വരില്ല. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ കടലമാവ് ഏത് കപ്പിലാണോ അളക്കുന്നത് ആ കപ്പിൽ തന്നെ പഞ്ചസാരയും വെള്ളവും കൂടെ അളന്നെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരു ഹാഫ് സ്ട്രിങ് കൺസിസ്റ്റൻസിയിലോട്ടേക്കാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വരും. അതായത് നന്നായിട്ട് ഇത് അലിഞ്ഞ് ചേർന്നോളും. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പഞ്ചസാര ലൈന് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അതുവരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1/4 കപ്പ് അളവിൽ ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ അല്ലെങ്കിൽ നമുക്ക് നെയ്യും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കടലമാവ് മൊത്തം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ഷോപ്പിൽ നിന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പഞ്ചസാര പാനീൻ്റെ പാകവും അതേപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന നെയ്യിൻ്റെ അളവും എല്ലാം കൂടി ആയി വരുന്ന സമയത്ത് ഓരോരുത്തർക്കും കിട്ടുന്ന ഈ ഒരു മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മളൊരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നന്നായിട്ട് ഇത് മിക്സായി വരികയും ചെയ്യും. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു മൈസൂർ പാക്ക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗീ മൈസൂർ പാക്ക് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് മൂത്ത് വരിക എന്ന് പറയില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നെയ്യൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പാകതയും അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിയിട്ട് വരുവേ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും ലേറ്റ് ആക്കാൻ പാടില്ല. കാരണം പഞ്ചസാര പാനി നമ്മൾ ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് തണുക്കട്ടെ. അത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുന്ന സമയത്തേക്കും ഒന്ന് തണുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ആറി വരുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർ ഓരോ രീതിയിലാണ് മൈസൂർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 6-7 മണിക്കൂറിന് ശേഷം ഇത് ആറാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഏകദേശം ഞാനിതിപ്പം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ നല്ല റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.